സമയം രാവിലെ 6:30. പ്രഭാത നടത്തത്തിനും എക്സസൈസിനും വേണ്ടി സലാലയുടെ ഗ്രാമപ്രദേശത്തുകൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഒരു നാട്ടിൻ പുറത്തെത്തിയ ഫീലിംഗ് ആണ്. മൂടില്ലാത്താളി മുതൽ കന്നുകാലികൾക്ക് വേണ്ടിയിട്ടുള്ള പുല്ലും കൃഷി വരെ ഇവിടെ സുലഭമായി കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാം. രാവിലത്തെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. ജൂൺ മാസത്തിൽ ഇവിടെയും കാലവർഷം ആരംഭിക്കുന്നു എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. പപ്പായ കൃഷികൾ ധാരാളമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെയും തന്നെ വാഴ കൃഷികൾക്കിടയിലാണ് ഒരുപാട് പപ്പായ കൃഷികൾ ചെയ്തതായിട്ട് നാം കാണുന്നത്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് പക്ഷികളുടെ കലകലാരവങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. നല്ല ഒന്നാം തരം റോബസ്റ്റ് മുതൽ നിയന്ത്രയും കദളിയും മൈസൂർ പഴവും അടങ്ങുന്ന ഏതുതരം വാഴക്കുലകളും സലാലയിൽ സുലഭമാണ്. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വാഴത്തോട്ടത്തിനിടയിൽ കൃത്യമായ അകലത്തിൽ കൃഷി ചെയ്തിരിക്കുന്ന പപ്പായ തോട്ടം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. രാവിലത്തെ ചാറ്റൽ മഴ എന്ന് പറയുമ്പോൾ ഒരു സ്പ്രേ ചെയ്യുന്ന പോലത്തെ അത്രയും വളരെ നേരിയ ചാറ്റൽ മഴയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതാ നല്ല പുളിമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗത്തെത്തി. പുളിമരം എന്ന് പറയുമ്പോൾ ഗൾഫിലെ മധുരമുള്ള പുളിയല്ല, ഇത് നല്ല ഒന്നാം തരം പുളിപുളിപ്പുള്ള കേരള ടൈപ്പ് പുളിയാണ്. കണ്ടാൽ തന്നെ വായിൽ കപ്പലോടിക്കാൻ വെള്ളമുണ്ടാകും, അത്രയും പുളിപ്പുള്ള നല്ല പുളി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു മണ്ണിട്ട റോഡ് കാണുന്നു. നമുക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാം. എന്താണിവിടെ? പോകുന്ന വഴിയിൽ ഒരുപാട് തെങ്ങിൻ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടിട്ട് നല്ല ഒന്നാം തരം മൈസൂർ പഴം പോലെയുണ്ട്. ഇത്രയും പൊക്കം കുറഞ്ഞ വാഴകൾ ടിഷ്യൂ കൾച്ചർ വാഴകളാവാനാണ് സാധ്യത. നമ്മൾ നേരെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എന്താണ്, വെള്ളരിങ്ങയോ അതോ കുമ്പളങ്ങയോ? നമുക്ക് നോക്കാം. കണ്ടിട്ട് കുമ്പളങ്ങ പോലെയുണ്ട്. എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 2-3 മാസം മുമ്പ് ഇതുവഴി വന്നപ്പോൾ ഈ സ്ഥലം മുഴുവൻ തരിശു ഭൂമിയായിരുന്നു. ഇപ്പോൾ ഒരുപാട് പച്ചക്കറി കൃഷികൾ ചെയ്തതായിട്ട് കാണുന്നു. ഈ തെങ്ങിൻതോപ്പിനോട് ചേർന്ന മതിലിൽ നിറയെ കടലാസ് പൂക്കൾ കാണുന്നുണ്ട്. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കടലാസ് പൂക്കൾ. നല്ല റോസ് കളറിലും അതേപോലെ തന്നെ ഓറഞ്ച് നിറത്തിലും വെള്ള നിറത്തിലുമുള്ള ഒരുപാട് കടലാസ് പൂക്കൾ മനോഹരമായ രീതിയിൽ ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ല, ഇത് ഒറിജിനൽ തന്നെയാണ്. ഇവിടുത്തെ തെരുവുകൾ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ ഏർപ്പെടുത്തിയ വേസ്റ്റ് ബിന്നുകളാണ് ഓരോ തെരുവുകളിലും നമ്മൾ കാണുന്നത്. രാവിലത്തെ കിളികളുടെ കളകളാരവങ്ങൾ മനസ്സിന് എപ്പോഴും കുളിർമയേകുന്നതാണ്. സലാലയിലെ പുതിയ യാത്രാ വിവരണങ്ങൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.